ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ വെഡ്ഡിങ് ആണ്. ആ ചേച്ചി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റർമാർക്കും ബാക്കി സ്റ്റാഫുകൾക്കൊക്കെ ആ ചേച്ചീനെ അറിയാം. അപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അവർ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വെഡ്ഡിങ്ങിന് പോവാണ്. സിസ്റ്റർമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനാണ് കുറച്ച് ലേറ്റ്. നമുക്ക് 12 മണിക്ക് ഡ്യൂട്ടിക്കും കയറണം. പോയി ഒരു ഫോട്ടോ എടുക്കണം, ഒരുമിച്ച് പിന്നെ ഫുഡ് കഴിക്കണം. പൊഴിയൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് ഞാൻ ഭയങ്കര സാഡായിരുന്നു. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഇത്രയും വൈബുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ പറ്റും. ഇപ്പം സത്യം പറഞ്ഞാൽ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ജോലിക്ക് പോകാനാണ്. അതിൻ്റെ മെയിൻ കാരണം ഇവർ തന്നെയാണ്. ചർച്ച് വെഡ്ഡിങ് കഴിഞ്ഞ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി മാക്സിമം വെയിറ്റ് ചെയ്ത് നോക്കി, എന്നിട്ടും എത്തിയില്ല. അതുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്നുള്ള സംഭവം നടക്കുമെന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും ഫസ്റ്റ് കളരിക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അതാണല്ലോ മെയിൻ. സാധാരണ സദ്യയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചധികം കറികൾ കൂടുതലുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് വടയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഗംഭീരമായിട്ടുള്ളൊരു സദ്യയൊക്കെ കഴിച്ച് ഇപ്പം സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാൻ ഒരു മൂഡില്ല, കിടന്നുറങ്ങാനുള്ള മൂഡാണ്. പക്ഷേ എല്ലാവർക്കും കൂടെ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് 3 പായസവും കുടിച്ചിട്ട് ഇറങ്ങി. ഇപ്പോഴും നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായിരുന്നാലും നമുക്കിനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമുക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ആ ബ്ലൂ ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് അമർനാഥ്. സെൻറ്റ് തെരേസസിൽ നമ്മൾ ചെറുതിലേ തൊട്ട് 7th വരെ ഒന്നിച്ച് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അവൻ വേറെ സ്കൂളിലോട്ട് പോയി. അപ്പം എന്തായിരുന്നാലും നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മയുണ്ട്, അമർനാഥിൻ്റെ അമ്മ. ആൻറ്റിയുടെ കയ്യിൽ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ തൽക്കാലം ഇറങ്ങുവാണ്. ഒന്നിച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ള ആഗ്രഹം നമുക്ക് സഫലമായിട്ടില്ല. പക്ഷെ വേറെ വഴിയില്ല, പോയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 3 ബൈക്കുകളിലായിട്ട് നേരെ ജോലിക്ക് കയറി.